ഹലോ ഫ്രണ്ട്സ്, റോഡുകളിൽ കൂടുതലും ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്? കാലടി പെരുമ്പാവൂർ വരുന്ന വഴിക്ക് റോഡിലുണ്ടായ ഏകദേശം 1 മണിക്കൂറിനകത്തോളം ബ്ലോക്ക് ഉണ്ടായ ഒരു സീൻ ഉണ്ടായി ഇന്നലെ. ആ സമയത്ത് പോണ KSRTC സൈഡ് ഉരച്ച് കളഞ്ഞേനെ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാ വണ്ടികളും കൃത്യമായിട്ട് ബ്ലോക്കിൽ ലൈനായിട്ട് നിൽക്കുമ്പം 3 വണ്ടികൾ മാത്രം മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ചെയ്ത പ്രവൃത്തി നിങ്ങൾ കണ്ടു നോക്ക്. അവർക്ക് എന്തും ആവാം, ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളല്ല. അതായത് ഒരു ടീം ഡിസ്ട്രിക്ട് ജഡ്ജാണ്, അത് കഴിഞ്ഞ് ബാക്കിലുണ്ട് ഒരു ടീം. പിന്നെ മെയിനായിട്ടും KSRTC ബസ്, അവർക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ തൊട്ടില്ല, ഒരഞ്ഞില്ല, അടുത്തുള്ളത് കൊച്ചു കാറാണോ എന്താണോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും കയറി പോവാം. അവരെയൊന്നും ചോദിക്കാൻ ആരുമില്ല. അവർക്ക് എന്തും ആവാം. തട്ടവും മുട്ടവും ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ കേസായി, ബഹളമായി. ഈ പാവപ്പെട്ടവൻ ആരാണോ അവൻ്റെ തലയിലിരിക്കുമല്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് ഈ നാടൊന്നും നേരെയാകാൻ പോകണില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ഒന്ന് എല്ലാവരും കാണിക്കണമെന്ന് തോന്നി. നമ്മൾ കമൻ്റ് ഇട്ടത് കൊണ്ടോ വീഡിയോ ഇട്ടത് കൊണ്ടോ ഇവിടുത്തെ വ്യവസ്ഥിതികളൊന്നും മാറാനും പോകുന്നില്ല. ഇപ്പം ഇവർക്ക് പകരം ഒരു സാധാരണപ്പെട്ട ഡ്രൈവറാണ് ഇങ്ങനെ വണ്ടി ഇട്ടിരുന്നുവെങ്കിൽ, ഇവർ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അപ്പോൾ കാണാം അവിടുത്തെ സീൻ എന്താവുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ആ KSRTC ബസ്സും മുന്നിൽ ഇരുന്ന ആ വണ്ടിയും അധികാരമുള്ള വണ്ടികളും മാത്രം ലൈനിന് വെളിയിൽ, ബാക്കി എല്ലാ വണ്ടികളും തന്നെ. അവരെ കണ്ടുകൊണ്ടാണ് ഈ ലൈനിന് വെളിയിൽ വന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 2 വണ്ടി കഷ്ടി പോലുള്ള വീതിയുള്ള റോഡിന്. അപ്പം ഇതുപോലെ വണ്ടികൾ 2 ലെയറായിട്ട് അടുക്കി കഴിയുമ്പം ഒരുപാട് പാടുപെടും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അനിയൻ്റെ മോള് വണ്ടിയിലുണ്ടായിരുന്നു. കുഞ്ഞു വെച്ചാൽ 8 മാസമായിട്ടുള്ളൂ. ചൂട് കാരണം വണ്ടി മുന്നോട്ട് പോകുന്നില്ല. എന്തോ കരച്ചിൽ. ഈയുള്ള റോഡുകളിൽ കയറിപ്പോട്ടെ, അല്ലാത്ത ചെറിയ റോഡുകളിൽ വെയിറ്റ് ചെയ്താൽ അവരും അത്യാവശ്യക്കാരാണ്. എല്ലാവർക്കും പെട്ടെന്ന് എത്താൻ മാത്രം കാണിക്കുന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ കാരണം എല്ലാവരും ബുദ്ധിമുട്ടും.